السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഉസ്താദുമാരെ, അസ്സലാമു അലൈക്കും. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങളുടെ രണ്ട് വാക്ക് സംസാരിക്കാൻ കഴിയുന്നതിൽ ആദ്യത്തെ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം മൂലങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇന്ന് ഈ കൊച്ചു പ്രസംഗത്തിൽ അതെല്ലാം വിശദീകരിക്കാൻ കഴിയുകയില്ലല്ലോ. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറയുകയായിരുന്നു, ഏത് പ്രതിസഘട്ടം വന്നാലും സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. ഇത് അവരുടെ പറയുക മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അറാബി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയെ, എനിക്ക് എല്ലാ തെറ്റുകളിൽ നിന്നും മാറി നിൽക്കാൻ കഴിയുകയില്ല, ഏതെങ്കിലും ഒരു തെറ്റിൽ നിന്നും മാത്രമേ മാറി നിൽക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയരുത്. ഇത് കേട്ടി ആ അറാബി സന്തോഷിപ്പിച്ചു. കളവ് പറയാതിരുന്നാൽ മാത്രമേ മതിയല്ലോ, ബാക്കി തെറ്റുകളെല്ലാം ചെയ്യല്ലോ എന്ന് സന്തോഷിപ്പിച്ചു. അടുത്ത ദിവസം മോഷ്ടിക്കാൻ വിചാരിച്ചു. അടുത്ത ദിവസം മോഷ്ടിക്കാൻ പോകുമ്പോൾ നബിയുമായി ചെയ്ത കരാർ അദ്ദേഹത്തിന് ഓർമ്മ വന്നത്. നാളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മോഷ്ടിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന് ഓർമ്മപ്പെട്ട് അയാൾ ആ മോഷത്തിൽ നിന്നും ശ്രമത്തിൽ നിന്നും പിന്മാറി. ഇങ്ങനെ നാം എല്ലാവരും ഏത് തെറ്റുകളും ചെയ്യുമ്പോഴും നബിയുമായി ചെയ്ത കരാറ് നാം എപ്പോഴും ഓർമ്മ വെക്കണം. എല്ലാ തെറ്റുകളിൽ നിന്നും ഒഴിഞ്ഞു മാറി സ്വയായ മനുഷ്യനായി ജീവിക്കുകയും ചെയ്തു. നാം എല്ലാവരും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിൻപറ്റി ശ്രമത്തിലും ജീവിക്കലും ശ്രമിക്കണം എന്ന് എൻ്റെ കൊച്ചു പ്രസംഗത്തിൽ നിന്നും അവസാനിക്കുന്നു. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.